ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സച്ചി താൻ കണ്ട കാര്യങ്ങളെല്ലാം രവീന്ദ്രനോട് വന്ന് പറയുന്നുണ്ട്. ആദ്യം രവീന്ദ്രൻ അത് ഷോക്കാവും. എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന്. എൻ്റെ അച്ചമ്മയാണ് സത്യമാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനോട് പറയുകയാണ്, തെളിവ് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ ഫോട്ടോ എല്ലാം എടുത്ത് കാണിക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേന് രവീന്ദ്രൻ ആകെ ഷോക്കായി. അന്നേരം രവീന്ദ്രൻ ചോദിക്കും, എന്നിട്ട് എന്താ ഇവളിങ്ങനെ ഇത് വീട്ടിൽ പറയാഞ്ഞെന്ന്. അത് തന്നെയാണ് ശ്രുതിയുടെ ഭാര്യയല്ലേ ശ്രുതി, അതുകൊണ്ട് കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ. അവളിപ്പം പാർലറിൻ്റെ ഉടമയൊന്നുമല്ല, അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണെന്ന് പറയും. ശ്രുതിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറയാതെ എല്ലാവരോടും ആയിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അന്ന് അച്ഛൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അച്ഛനോട് മാത്രമായിട്ട് സ്വകാര്യമായിട്ട് പറയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇത് അങ്ങനെ പറഞ്ഞത്. ആദ്യം എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചെന്ന് പറയും. എന്നാലും അമ്മയോടെങ്കിലും പറയണ്ടേ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, വേണ്ട എടാ പറയണ്ട, ഇത് അമ്മയ്ക്കത് താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയണ്ടെന്ന് പറയും. അല്ല, അമ്മ അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അമ്മയുടെ പേരിലാണ് പിന്നെ ബ്യൂട്ടി പാർലർ എന്നുള്ളൊരു ഗമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അമ്മയുടെ പേരുമില്ല, ബ്യൂട്ടി പാർലറും ഇല്ല, ഒന്നുമില്ല. അമ്മ അവൾ കവളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അച്ഛാ, അതുകൊണ്ട് നമുക്ക് പറഞ്ഞാലോ എന്ന് ചോദിക്കും. വേണ്ട പറയണ്ട മോനെ, നമ്മളൊരു സത്യം പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയും. എന്നാലും പാർലറിൻ്റെ ഉടമയല്ലാഞ്ഞിട്ട് പോലും അവൾ ഇവിടെ എന്തെല്ലാം പ്രകടനമാണ് നടത്തുന്നത്. പാർലർ മുതലാളിയാന്നുള്ള പരുവത്തിലാണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നീ അമ്മയുടെ പേരുണ്ട് ഇതിന് എന്നൊക്കെ പറഞ്ഞല്ലായിരുന്നു ബഹളം, ഇപ്പം അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. ഇപ്പം അമ്മയുടെ പേര് രേവതിയുടെ പൂക്കടയ്ക്ക് മാത്രമേ ഉള്ളൂ അച്ഛാ, ഇനിയിപ്പം നമുക്കത് എന്നാൽ അവളോട് ചോദിച്ചാലോ എന്ന് പറയുന്നുണ്ട്. വേണ്ട മോനെ, ഇതൊന്നും ചോദിക്കണ്ട, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ശ്രുതിയെ കാണുന്ന ഉടനെ സച്ചി പറയുന്നുണ്ട്, ദേ അച്ഛാ വരുന്നുണ്ട് ഇപ്പം പാർലർ മുതലാളി വരുന്നുണ്ട്, അച്ഛനൊന്ന് ചോദിക്കച്ചാ എന്നൊക്കെ പറയും. പക്ഷേ രവീന്ദ്രൻ പറയും, വേണ്ട മോനെ, നമുക്കതൊന്നും ചോദിക്കാനൊന്നും പോകണ്ട, നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കാനേ പോകണ്ട എന്ന് പറയും. ശ്രുതി വന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, അങ്കിൾ ശ്രുതി വന്നോന്ന്. വന്നെന്ന് സച്ചിയും പറയും, രവീന്ദ്രൻ പറയും വന്നെന്ന് പറയും. ഉടനെ ചന്ദ്രമതി ഇറങ്ങി വന്നിട്ട്, മോളെ നീ വന്നോ, നീ ആകെ ടയേർഡായിരിക്കുമല്ലോ, എന്നാൽ ഇരിക്കും, ഞാനൊരു ജ്യൂസ് എടുത്തുകൊണ്ട് വരാം, ഫ്രഷായിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് സച്ചിക്ക് അങ്ങ് ചിരി വരുന്നുണ്ട്. ഉടനെ സച്ചി ഇരുന്ന് ചിരിക്കുന്ന കാണുമ്പോഴത്തേന് രവീന്ദ്രന് കയ്യിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എടാ മിണ്ടായിരിക്കടാ, അനങ്ങായിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട്. മോൾ എന്തായാലും എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, മോള് പാർലറിൻ്റെ ഉടമയല്ലേ, മോൾക്ക് അവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് കാശ് മേടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി വാ പൊളിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരത്തേന് രവീന്ദ്രൻ പിടിച്ചിരുത്തുകയാണ്, മിണ്ടായിരിക്കാൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതിയും പിന്നെ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇവരോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാൻ വരാം, ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് ഞാൻ കാശ് മേടിച്ചോളാമെന്നൊക്കെ ചന്ദ്രമതി പറയും. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി അങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രവിയേട്ടാ, ഇവൻ എന്തിനാ ഈ ചുമ്മാ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്? എടാ, നീ ഒരു കാര്യം ഓർക്കണം, എൻ്റെ ശ്രുതിമോള് ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്ന എൻ്റെ പേരിലാണ്. അപ്പം പിന്നെ എനിക്ക് ആ ക്യാഷ് കൗണ്ടറിൽ പോയിരുന്ന് കാശ് മേടിക്കുന്നതിന് ഒരു മടിയില്ല അല്ലേ മോളെ എന്നൊക്കെ ചോദിച്ച് ശ്രുതി അങ്ങ് പൊക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി പറയും, അതെ, നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെ പറയുമ്പോഴത്തേന് പിന്നെ രവി പിടിച്ച് കൈ തിരിക്കുന്നുണ്ട്. ഏട്ടാ മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞ്. ഉടനെ സച്ചി പറയും, എന്നാൽ ഞാൻ ഈ പൂക്കട വരെ പോവുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയോട് ഇരിക്കും. വരുന്നോ പൂക്കടയിലോട്ട്, ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് കാശ് മേടിക്കാമെന്ന് പറയും. നീ പോടാ എണീറ്റ്, നിൻ്റെ പൂക്കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ പേരങ്ങ് മായ്ച്ച് നീ കളഞ്ഞേക്കാനൊക്കെ പറയും. ഇവരെല്ലാം അകത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് രവീന്ദ്രൻ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ശ്രുതി കള്ളത്തരം ആണല്ലോ പറഞ്ഞതെന്ന് ഓർത്തിട്ട്. എന്നിട്ട് സച്ചിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതിയോട് പോലും ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന്. പിറ്റേ ദിവസം രേവതി ദോശ ചുട്ടുമ്പോഴത്തേന് സച്ചി അടുക്കളയിൽ തന്നെ വന്നിരുന്ന് ദോശ മേടിച്ച് കഴിക്കുകയാണ്. അന്നേരത്തേന് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ചായ കുടിച്ച ഗ്ലാസ് വെക്കാനായിട്ട്. അച്ഛാ, ഞാൻ വന്ന് ഗ്ലാസ് എടുത്തോളാമായിരുന്നല്ലോ എന്ന് രേവതി പറയുമ്പോൾ, സാരമില്ല മോളെ, ഒരു ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പം സച്ചി പറയും, രേവതി അച്ഛന് ദോശ കൊടുക്കാൻ. വേണ്ടടാ, ഞാൻ രാവിലെ ദോശ കഴിച്ചു, നടപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ രേവതി മോൾ എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തന്നെന്ന് പറയും. എന്നാലും കുറച്ചുകൂടെ കഴിച്ചോളാച്ചാന്ന് പറയും. എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, നീ അധ്വാനിക്കുന്നവനല്ലേ, അപ്പം നിനക്ക് ഏറെ കഴിക്കാമെന്ന് പറയും. ഞാൻ വെറും 7 കഴിച്ചോളെന്ന് പറയും. എന്നാൽ ഇനി 2-3 കൂടെ കഴിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. രേവതി ഫുഡ് റെഡി ആയില്ലേ, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ഇവരെല്ലാം അവിടെ ഇരിക്കുന്നത്. അന്നേരത്തേന് ചന്ദ്രമതി ചോദിക്കും, ഇതെന്താ പുതിയൊരു ഏർപ്പാട്, അടുക്കളയിൽ ഇരുന്നാണോ കഴിക്കുന്നത്, ഇതിന് ഈ ഡൈനിങ് ടേബിൾ പിന്നെ അവിടെ മേടിച്ചിട്ടിരിക്കുന്നത്, അവിടെ പോയിരുന്ന് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അതിനെന്താ എവിടെ
ഇരുന്നാലും കഴിച്ചാൽ പോരെ എന്നൊക്കെ സച്ചിൻ ചോദിക്കുന്നുണ്ട്. എന്താടി ഇവന് നീ ഇനി സ്പെഷ്യലായിട്ടുള്ള വല്ല ദോശയും ചുട്ട് കൊടുക്കുകയാണോ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുന്നുണ്ട്. സ്പെഷ്യലൊന്നും ഇല്ല അമ്മേ, സച്ചിയേട്ടൻ ഇവിടെ നിന്ന് അങ്ങ് കഴിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അമ്മയ്ക്ക് കൊടുത്ത് കൊടുക്കടി, അമ്മ വിശന്ന് വന്ന് നിൽക്കാൻ തോന്നുന്നു, കൊതി പിടിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം കയറുന്നുണ്ട്. നീ ആഹാരം പെട്ടെന്ന് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് ചന്ദ്രമതി ഇറങ്ങിപ്പോവും. സുധി അന്നേരത്തേന് വിശക്കുന്നമ്മയെ എടുത്ത് ഫുഡ് വെച്ച് എനിക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് കഴിക്കാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉള്ളത് അമ്മയെ, പെട്ടെന്ന് ഫുഡ് താന്നൊക്കെ പറഞ്ഞാണ് സുധി വരുന്നത്. അത് കേൾക്കുമ്പോഴത്തേനും ചന്ദ്രമതി ഓടി വന്ന് മോനെ ഇരിക്കും, നിനക്കുള്ള ഫുഡ് ഞാൻ ഇപ്പോൾ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് മകനെ അങ്ങ് പൊക്കിയാണ് കാണിക്കുന്നത്. അന്നേരം രേവതി കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, ആഹാ നീ ഇന്നും നിറച്ച് ഫുഡൊക്കെ കഴിച്ചേച്ച് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങാനാണോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നേയില്ല. ആൻറ്റി എന്താ ഇങ്ങനെ, സച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതി ഇവനെ വഴക്ക് പറയുന്നൊക്കെ ഉണ്ട്. സച്ചി ഉടനെ പറയും, രേവതി ഇവന് ഏറെ ഫുഡ് വിളമ്പി കൊടുക്കും, ഇവനെ പാർക്കിൽ പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങേണ്ടതാ, അപ്പം നിറച്ച് കഴിച്ചു കഴിഞ്ഞാലേ അവിടെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുള്ളെന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട്, എടാ നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ, മിണ്ടാതിരിക്കുക, അവൻ വല്ലതും കഴിച്ചേച്ച് പോട്ടെന്നൊക്കെ പറയും. അല്ല അച്ഛാ, ഇവൻ്റെ ഒരു ജാട കണ്ടില്ലേ, ഇവൻ ഏതാണ്ട് ഉദ്യോഗത്തിന് പോകുന്ന പോലെയാണല്ലോ ഇവൻ ഈ ബഹളം വെക്കുന്നത്, ഒരു പണിയുമില്ല, തീറ്റി മാത്രമേ ഉള്ളൂ പണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഉടനെ ചന്ദ്രമതി പറയും, നിന്നെപ്പോലാണ് ഇവന് പഠിപ്പ് ഉള്ളവനല്ലേ, അപ്പോൾ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടണ്ടേ, നിന്നെപ്പോലെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇവന് ജോലി ഒലക്കയുടെ മൂട് കിട്ടും, ഇവൻ്റെ കുഴപ്പത്തിന് ആരും ഒരു ജോലിയും കൊടുക്കത്തില്ല, കിട്ടുന്ന ജോലിയും മേടിച്ചുകൊണ്ടിരിക്കാനുള്ളതിനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരാളങ്ങോട്ട് ഒരു ബാഗും തൂക്കി വന്നിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി ദേ അയൺ ചെയ്ത ഡ്രസ്സാന്ന് പറയും. അയൺ ചെയ്ത ഡ്രസ്സോ എന്ന് ചോദിച്ചു സച്ചി അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് പറയും, സച്ചി പൈസ താ, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അയാൾ നിൽക്കുകയാണ്. നോക്കട്ടെ ചേട്ടാ ആരുടെ ഇതെന്നൊക്കെ ചോദിച്ച് നോക്കുമ്പോഴത്തേന് മുഴുവൻ സുധിയുടെ ഡ്രസ്സാണ്. പിന്നെ സുധി അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ ഡ്രസ്സാണ് എല്ലാം വന്ന്. ആഹാ ഇത് പാർക്കിൽ കിടന്ന് ഉറങ്ങുന്നവൻ്റെ ഡ്രസ്സാണല്ലോ, ബാങ്ക് ഉദ്യോഗസ്ഥനാണോടാ നീ ഇതുമാത്രം ഡ്രസ്സൊക്കെ തേപ്പിക്കാനായിട്ട്, നിനക്ക് കാശുണ്ടോയെന്ന് ചോദിക്കും. സച്ചി പൈസ താന്ന് പറഞ്ഞാണ് അയാൾ നിൽക്കുന്നത്. ഞാൻ പൈസ തരത്തില്ല, എൻ്റെ ഡ്രസ്സൊന്നും ഇതിനകത്തില്ല, ഇവിടെ അയൺ ബോക്സ് ഉണ്ടല്ലോ അത് വെച്ച് ഇവന് 2 ഡ്രസ്സ് തേച്ച് ഇടായിരുന്നു, ഇവൻ അത് ചെയ്യാതെ ഇവൻ ഒരു പണിയും ഇല്ലാതെ പൈസയും ഇല്ലാത്തവൻ ഡ്രസ്സെല്ലാം അയൺ ചെയ്യാൻ പുറത്ത് കൊടുത്തിരിക്കുന്നു, ഇത്രയ്ക്ക് അഹങ്കാരമൊക്കെ ഉണ്ടാകാവോ എന്നൊക്കെ ചോദിച്ച് സച്ചി ബഹളം വെക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി പറയും, സച്ചി ഇനി ആരും ഒന്നും പറയണ്ട, നിങ്ങളാരും വിഷമിക്കേണ്ട, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെന്ന് പൈസ എടുത്ത് കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ശ്രുതിക്ക് അത് കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. ശ്രുതി ഭയങ്കര കാശുകാരിയാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് ശ്രുതിയെ പൊക്കി നിൽക്കുന്നത് ശ്രുതി. രവീന്ദ്രനപ്പം വഴക്ക് പറയുന്നുണ്ട്, എടാ നീ ഒന്ന് മിണ്ടാതിരിക്കുക, എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അച്ഛനൊന്ന് നോക്കിക്കേ, ഇവൻ ഒരു തൊഴിലുമില്ല, 5 പൈസയുടെ വരുമാനവും ഇല്ല, എന്നിട്ട് ഇവൻ ഡ്രസ്സെല്ലാം പുറത്ത് തേപ്പിക്കുന്നു. അച്ഛൻ നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ഡ്രസ്സ് അച്ഛൻ തേക്കും, അല്ലെങ്കിൽ ഞാൻ തേച്ച് തരും, അങ്ങനെയൊക്കെയല്ലേ ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്, ഇവന് മാത്രം ഇന്ന് ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് സച്ചി അങ്ങ് വഴക്കുണ്ടാക്കുകയാണ് ശ്രുതിയോട്. ചന്ദ്രമതിക്ക് പക്ഷേ എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഒന്നും മിണ്ടാതിരിക്കുകയാണ് ചന്ദ്രമതി. രേവതിയും അങ്ങ് ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ശ്രുതി ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചി ഇനി മേലിൽ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചേക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മേലിലോട്ട് അങ്ങ് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ എന്നെ ആഹാരവും കഴിപ്പിക്കാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് റൂമിലേക്ക് വരും. അതിനു മുമ്പ് സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ ആ വന്ന മനുഷ്യനെ കണ്ടില്ലേ, ഇത്രയും ഡ്രസ്സ് തേച്ചപ്പം തന്നെ അയാൾക്ക് രാവിലെ തന്നെ 500 രൂപ കിട്ടി, അതുപോലെ തന്നെ നീ ഇനി എങ്ങാനും ഇതുപോലുള്ള വല്ല ബിസിനസ്സും തുടങ്ങും, ചന്ദ്രമതി തേപ്പ് കട എന്ന് പറഞ്ഞിട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ കിട്ടും, അയാളൊക്കെയാണ് ഒരു മാസം 1 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുണ്ടെന്ന് പറയും. 1 ലക്ഷം രൂപ എന്നൊക്കെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇനി വല്ല തേപ്പ് കട തുടങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത്,
നിൻ്റെ സ്വഭാവത്തിന് തേപ്പുകടയാടാ നല്ലതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് സച്ചി അങ്ങ് പോകുന്നുണ്ട്. ശ്രുതിയും ഒന്നും കഴിക്കാതെ പോയെന്ന് പറഞ്ഞ് ചന്ദ്രമതിക്ക് അങ്ങ് കലിപ്പാണ്. ആ ദേഷ്യം മുഴുവൻ രേവതിയോട് തീർക്കാനായിട്ട് രേവതി ചെന്ന് എടീന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കും, എന്തിനാ അതിന് എന്നെ പേടിപ്പിച്ച് നോക്കുന്നത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള കലിപ്പിലാണ് ചന്ദ്രമതി. റൂമിൽ ചെല്ലുന്നത് ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സച്ചി നിങ്ങളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്, ഇത് ഇച്ചിരി ഓവറാകുന്നുണ്ട്. എന്തായാലും ഇവരോട് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ജോലി മേടിച്ചുകൊണ്ടാണെന്ന് പറയും. ഞാൻ പരിശ്രമിക്കായിട്ടല്ലല്ലോ ശ്രുതി, എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ടല്ലേ, എൻ്റെ ടാലൻറ്റിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടണ്ടേ എന്നൊക്കെ പറയും. ഇനി അതൊന്നും ഓർത്ത് ചിന്തിച്ച് നിൽക്കണ്ട, കിട്ടുന്ന ജോലി എന്താണോ അതങ്ങ് ചെയ്യാൻ നോക്ക്. ഞാനാണെങ്കിൽ ഇപ്പം പാർലറിൽ ജോലി ചെയ്യുന്നില്ലേ നിൽക്കുക, പാർലറിൽ ജോലി ചെയ്യുന്നോ, നീ പാർലറിൻ്റെ ഉടമയല്ലേ എന്ന് ചോദിക്കും. അത് ശരിയാണ്, എന്നാലും ഞാൻ എൻ്റെ പാർലറിൽ ഞാൻ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ഞാൻ നോക്കാറുണ്ട്, പിന്നെ ഓരോ വീടുകളിൽ പോയി ജോലി ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, നമ്മളൊരു ജോലിക്ക് ഇറങ്ങിയാൽ അങ്ങനെയൊക്കെ പലതും ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വീണ്ടും പറഞ്ഞ് ജോലിക്ക് വിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പറയും, എന്ത് വന്നെന്ന് പറഞ്ഞാലും ഇന്നൊരു ജോലിയുമായിട്ടല്ലാതെ ശ്രുതി ഈ വീട്ടിലോട്ട് വന്നേ പോയേക്കരുതെന്ന് പറയും. ഞാൻ എവിടുന്നാ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ജോലി ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.